ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ സ്പോർട്സ് സെൻസ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഞാൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ ബാക്കിൽ നടക്കുന്നത് കൊണ്ടാണ് യൂട്യൂബ് അത്ര നോക്കാത്തത്. പക്ഷേ ഇനി ഇൻഷാല്ലാ ത്രൂ ഔട്ട് ഇടണം തന്നെ ആഗ്രഹം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്പോർട്സ് സെൻസിൻ്റെ അണ്ടറിൽ ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ വെച്ചിട്ടൊരു സമ്മർ കോച്ചിങ് ക്യാമ്പ്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രൗണ്ടും അതേപോലെ ഒരു MTB പാർക്കും, കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് MTB പാർക്കായിരിക്കും ഇത്. 1.5 ഏക്കർ സ്ഥലത്ത് സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് കോച്ചിങ് സമ്മർ കോച്ചിങ് ക്യാമ്പും പിന്നെ ത്രൂ ഔട്ട് അത് കഴിഞ്ഞ് പോകാനും വേണ്ടിയിട്ട് പാർക്ക് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ ഗൈസ്, ഞാനൊന്ന് ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഈ ഗ്രൗണ്ട് ഏകദേശം 6x ഫുട്ബോൾ കളിക്കാനുള്ള സൈസിനുള്ള ഗ്രൗണ്ടാണ്. അപ്പോൾ 5 സൈറ്റാണ് നമ്മൾ ഗ്രൗണ്ട് എന്തായാലും സെറ്റ് ചെയ്യുന്നത്. പിന്നെ MTB ട്രാക്കായിട്ട് വരുന്ന സ്ഥലമാണ് ബാക്കി പകുതി സ്ഥലം. അവിടെ നല്ലോണം വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 80-90% ആയി. ഇനി ഫിനിഷിങ് വർക്ക് നടത്തിയാൽ മതി. ക്യാമ്പ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈക്ലിങ്, സൈക്കിൾ പോളോ, നെറ്റ് ബോൾ, ത്രോ ബോൾ, കൊക്കോ, ഫുട്ബോൾ, ഇത്ര ഗെയിംസാണ് നമ്മൾ ക്യാമ്പ് കൊടുക്കുന്നത്. ത്രൂ ഔട്ട് April 6th തുടങ്ങിയിട്ട് May 13th വരെ ക്യാമ്പ് ഉണ്ടാവും. രാവിലെ ഈവനിങ് ആയിട്ടാണ് സെക്ഷൻസ്. ഇപ്പോൾ രാവിലെ വേണ്ടവർക്ക് രാവിലെ വരാം, ഈവനിങ് വേണ്ടവർക്ക് ഈവനിങ് ചെയ്യാം. അതിൽ തന്നെ നമ്മൾ ക്യാമ്പ് ഇതിലൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ഉള്ള, നമ്മൾ ഒരു ഗെയിമിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗെയിംസും എന്താക്കാൻ പറ്റും, ട്രൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങളെ സ്റ്റുഡൻസിന് എന്താക്കാൻ പറ്റും, എല്ലാ ഗെയിമും നല്ലോണം ട്രൈ ചെയ്ത് അതിലേല സ്കില്ലുള്ളത് നോക്കിയിട്ട് ഡെവലപ്പ് ചെയ്ത് ഫ്യൂച്ചറിൽ അതിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. ഫോർ എക്സാമ്പിൾ ഫുട്ബോൾ ഇൻട്രസ്റ്റ് ആയിട്ടേക്കും ഇങ്ങോട്ട് വരിക, പക്ഷേ പിന്നെ കൊക്കോ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ സൈക്ലിംഗ് ട്രൈ ചെയ്യുക ചെയ്തിട്ട് അതിൽ ഗെയിം മീൻസ് അത് ഇൻട്രസ്റ്റ് ആയി അതിലാണ് കൂടുതൽ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ ത്രൂ ഔട്ട് പോവാം. ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ സമ്മർ ക്യാമ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താക്കാം, ഈ 2 മാസം കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടവർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അതേപോലെ രാവിലത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 7 to 9 ആണ്. അതേപോലെ പിന്നെ ഈവനിങ് 3 to 5. അതെന്തിനാണെന്ന് വെച്ചാൽ നല്ല വെയിലാണല്ലോ ഇപ്പം, സമ്മറായും കൊണ്ട്. അപ്പോൾ അതിൻ്റെ മോർണിംഗ് വെയിലില്ലാത്ത 2 ടൈം നോക്കിയിട്ടാണ് ഈവനിങ്ങും സമ്മറും ചെയ്തത്. അതേപോലെ പ്രായപരിധി വരുന്നത് 7 to 21 ആണ് നമ്മൾ വെച്ചത്. പക്ഷേ നമ്മൾ അതിൻ്റെ താഴെയുള്ള പോലെ എൻക്വയറീസ് വന്നപ്പോൾ അതൊക്കെ എടുത്തുക. അതേപോലെ 21 മേലോട്ടുള്ളവർക്കും പങ്കെടുക്കാം. ഒരു ബിഗിനർ ലെവലിലായിരിക്കും നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുക. കോച്ചുമാരൊക്കെ വരുന്നത് പ്രൊഫഷണൽ ആയിട്ട് തന്നെ അസോസിയേഷൻ കോച്ചുകളാണ്. ഫുട്ബോളിന് മാത്രം നമ്മൾ D ലൈസൻസ് ആയുള്ള കോച്ചുണ്ട്. ബാക്കിയുള്ളതിനൊക്കെ അസോസിയേഷൻ്റെ അംഗീകാരമുള്ള കോച്ചുകളാണ് എല്ലാ ഗെയിമിനും. പിന്നെ സൈക്ലിങ്ങിനായിട്ട് നമ്മൾ നാഷണൽ ലെവൽ മെഡലിസ്റ്റ് ആയിട്ടുള്ള ജുനൈദിനാണ് നമ്മൾ ക്യാമ്പ് റൺ ചെയ്യാൻ കൊടുക്കുന്നത്. ഓക്കെ. അതേപോലെ നമ്മൾ ഈ സമ്മർ ക്യാമ്പ് കൊളാബ് ചെയ്തത് ഒളിമ്പിക് അസോസിയേഷൻ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനും 2 മാസത്തെ ക്യാമ്പ് കഴിഞ്ഞ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒളിമ്പിക് അസോസിയേഷൻ്റെ അണ്ടറിൽ ഇവിടെ നടക്കുന്ന ഗെയിം മാത്രമല്ല, വയനാട്ടിൽ മാത്രമല്ല കേരളം മൊത്തമായിട്ട് ഒളിമ്പിക് അസോസിയേഷനായിട്ട് ഗെയിമുകൾ സമ്മറിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ വയനാട്ടിലത്തെ 10 ഗെയിംസിൽ 6 ഗെയിംസ് നടത്താൻ പോകുന്നത് സ്പോർട്സ് സെൻസ് ആണ്. സോ ഈ MTB പാർക്കും അതേപോലെ തന്നെ ഗ്രൗണ്ടും ഇതൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാനും അതേപോലെ ഫുൾ സപ്പോർട്ടും ചെയ്യുന്നത് സ്കാംബുല സ്പോർട്സ് മാളാണ്. അതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഈ ലൊക്കേഷൻ വരുന്നത്. വയനാട് കൽപ്പറ്റ മുട്ടിൽ റോട്ടിൽ പാറക്കൽ ഹൈവേ തന്നെയുള്ള സ്കാംബുല സ്പോർട്സ് മാളിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് വരുന്നത്. സോ ഇനി സ്പോർട്സ് സെൻസ് MTB പാർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മളെ കോച്ചായിട്ട് തന്നെയുള്ള ജുനൈദ് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ ജുനൈദ്. ഹലോ ഗൈസ്. സോ ഒരുപാട് സന്തോഷമുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ. അപ്പോൾ എൻ്റെയും ഷെംലിൻ്റെയൊക്കെ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് വയനാട്ടിൽ ഇങ്ങനെ ഒരു MTB പാർക്ക് സെറ്റ് ചെയ്യണമെന്നുള്ളത്. സോ ഇപ്പോഴാണ് നമുക്കത് സാധിച്ചെടുത്തത്. ഈ MTB പാർക്കിൻ്റെ ഫീച്ചേഴ്സ് എടുത്ത് പറയാനായി നമ്മളുള്ള 5 ഫീച്ചേഴ്സാണ് ഇതിനുള്ളത്. ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള റോളേഴ്സാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമുക്ക് ഇതിലെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബൈക്ക് പമ്പ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ്ലി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ലൂപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് പറയാനുള്ളത് ഇതിൻ്റെ ബേംസാണ്. ഓരോ കോർണറിലും നമ്മൾ ബാങ്കിങ് ഒക്കെ ചെയ്തിട്ട് ആ ചെരിവോട് കൂടിയ ബേംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് നമ്മളെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല ഒരു പ്രോ ലെവൽ MTB ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ട്രാക്കുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ജമ്പ് സെക്ഷൻസാണ്. ഇതിൽ നമ്മൾ 4 തരം ജമ്പ് സെക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിയാൽ കാണുന്ന രീതിയിൽ ടേബിൾ ടോപ്പ് ജമ്പാണ്. അടുത്ത വരുന്നത് നമുക്ക് ഗ്യാപ്പ് ജമ്പാണ്. അതായത് ഒരു ജമ്പ് ചെയ്ത് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് അടുത്ത സെക്കൻഡ് ജമ്പിലോട്ടായിരിക്കും. പിന്നെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ജമ്പും സ്റ്റെപ്പ് ഡൗൺ ജമ്പും, ഈ 2 ടൈപ്പ് ജമ്പും കൂടെ നമ്മൾ ഈ ട്രാക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു റോക്ക് ഗാർഡനാണ്. നമ്മളൊരു 20 മീറ്റർ ലെങ്ത്തിലൊരു റോക്ക് ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് ടെക്നിക്കൽ സ്കില്ലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ബാലൻസ് ടെക്നിക്കൽ സെക്ഷൻസാണ്. നമ്മൾ ബാലൻസ് ബീമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ബാലൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള
സെറ്റപ്പാണുള്ളത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ട്രാക്കിൻ്റെ എടുത്ത് പറയാൻ പറ്റിയ ഫീച്ചേഴ്സ്. സോ ഗൈസ്, ഇതൊക്കെയാണ് MTB പാർക്കിൻ്റെയും നമ്മുടെ സ്പോർട്സ് ആൻഡ് സമ്മർ ക്യാമ്പിൻ്റെ അപ്ഡേറ്റ്സ്. ഇനി കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പം എന്നാൽ ഓക്കെ ഗൈസ്, താങ്ക്സ്.